പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് 13 ഇന്ത്യൻ പൗരന്മാർ. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ് 10 ന്യൂസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിൽ ആളിപ്പടരുന്ന ഇറാൻ-യുഎസ് സൈനിക പ്രതിസന്ധി ഇന്ത്യൻ പ്രവാസികൾക്കും നാവികർക്കും കടുത്ത ഭീഷണിയാകുന്നു. ഫെബ്രുവരി 28-ന് ഇരു രാജ്യങ്ങളും തമ്മിൽ ആരംഭിച്ച നേർക്കുനേർ യുദ്ധം മാസങ്ങൾ പിന്നിടുമ്പോൾ സംഘർഷ മേഖലയിൽ ഇതുവരെ 13 ഇന്ത്യൻ പൗരന്മാർക്ക് ജീവൻ നഷ്ടമായതാണ് ഒടുവിലത്തെ ഔദ്യോഗിക വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതിനു പുറമെ മറ്റു 3 ഇന്ത്യക്കാരെക്കുറിച്ചും നിലവിൽ യാതൊരു വിവരവുമില്ല. വാർത്താ ഏജൻസിയായ PTI ആണ് രാജ്യാന്തര സമൂഹത്തെ നടുക്കുന്ന ഈ കണക്കുകൾ പുറത്തുവിട്ടത്. ആഗോള ബഹിരാകാശ ഗവേഷണ രംഗത്ത് കേരളത്തിന് അഭിമാന നിമിഷം. ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി വംശജൻ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേർന്നു. നാസയുടെ ഇന്ത്യൻ അമേരിക്കൻ ബഹിരാകാശ സഞ്ചാരിയായ ഡോക്ടർ അനിൽ മേനോൻ ആണ് ഈ അപൂർവ നേട്ടം കൈവരിച്ചത്. എക്സ്പെഡിഷൻ 74 ദൗത്യത്തിന്റെ ഭാഗമായി യാത്ര തിരിച്ച അനിൽ മേനോനും സംഘവും ഇന്ത്യൻ സമയം പുലർച്ചെ 2 മണിയോടെയാണ് നിലയത്തിനുള്ളിൽ പ്രവേശിച്ചത്. പ്രതിപക്ഷ ഉപനേതൃ പദവി കിട്ടുമെന്നതിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുന്നണി തകരാനുള്ള ഒരു നടപടിയും CPI ചെയ്യില്ലെന്നും RJDയുമായും INLയുമായും ഒരു തർക്കത്തിനുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഈ മുന്നണി CPI ഉണ്ടാക്കിയതാണ്, അത് RJDക്കും അറിയാം. RJDയും INLും അടക്കമുള്ള പാർട്ടികളോട് ഏറ്റവും അടുത്ത സൗഹാർദ്ദ ബന്ധം CPIക്കുണ്ട്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കിട്ടുമെന്ന പൂർണ്ണ വിശ്വാസം CPIക്കുണ്ടെന്നും അദ്ദേഹം ചോദ്യങ്ങൾക്ക് മറുപടിയായി പറഞ്ഞു. മന്ത്രിസഭ പുനഃസംഘടന ഉടൻ ഉണ്ടാകുമെന്നും 3 കോടി നൽകിയാൽ തന്നെ മന്ത്രിയാക്കുമെന്നും വാഗ്ദാനവുമായി തനിക്ക് ഡൽഹിയിൽ നിന്നും ഫോൺ വിളി വന്നതായി ഏലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണൻ. വിദ്യയുടെ പരാതിയിൽ കോഴിക്കോട് സൈബർ സെൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. നിരവധി MLAമാരെ ഈ വിധത്തിൽ തട്ടിപ്പുകാർ ബന്ധപ്പെട്ടു എന്നും MLA പറഞ്ഞു. ബജറ്റ് തിരക്കുകൾ ചൂണ്ടിക്കാട്ടി കൂടിക്കാഴ്ചയ്ക്ക് സമയം അനുവദിക്കാതിരുന്ന മുഖ്യമന്ത്രി VD സതീശന്റെ വിശദീകരണങ്ങളെ പൂർണ്ണമായി തള്ളി NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ രംഗത്ത്. ഇനി മുഖ്യമന്ത്രി തന്നെ കാണുന്നത് ഫോട്ടോയിൽ മാത്രമായിരിക്കും. ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടി പോയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും തിരികെ വിളിച്ചിരുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ കൂടിക്കാഴ്ചയ്ക്കുള്ള കൃത്യമായ തീയതിയോ സമയമോ കൈമാറാൻ അവർ തയ്യാറായില്ല. ഇപ്പോൾ നടത്തുന്ന ന്യായീകരണങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പെരുന്നയിലെ ആസ്ഥാനത്തെ ശുചീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുൻപ് സുരേഷ് ഗോപി താൻ കൂടി ഭാരവാഹിയായ ചലച്ചിത്ര സംഘടനയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും സുകുമാരൻ നായർ പരിഹസിച്ചു. അന്താരാഷ്ട്ര ഫുട്ബോളിലെ ഏറ്റവും ആവേശകരവും കടുത്തതുമായ വൈരത്തിന് ലോകകപ്പ് സെമിഫൈനൽ വേദി വീണ്ടും സാക്ഷിയാകുന്നു. ഇന്ന് രാത്രി 12:30-ന് അറ്റ്ലാന്റ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സെമിഫൈനൽ മുൻ ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടും. കാൽപന്ത് ലോകത്തെ നിരന്തര വൈരത്തിന്റെ ചരിത്ര പശ്ചാത്തലമുള്ള ഇരു ടീമുകളും നേർക്കുനേർ വരുമ്പോൾ വിജയികളെ കാത്തിരിക്കുന്നത് ലോകകപ്പിന്റെ സുവർണ ഫൈനൽ ടിക്കറ്റാണ്. ദളപതി വിജയുടെ സിനിമാ ജീവിതത്തിലെ അവസാന സിനിമയായ ജനനായകൻ ജൂലൈ 23-ന് വേൾഡ് വൈഡ് റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായ ശേഷം തിയേറ്ററുകളിൽ ആഘോഷമാക്കാൻ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രം കൂടിയാണിത്. ചിത്രത്തിന് സെൻസർ ബോർഡ് A സർട്ടിഫിക്കറ്റ് ആണ് നൽകിയത്. വെങ്കട് K നാരായണ ആണ് KVN പ്രൊഡക്ഷന്റെ പേരിൽ ജനനായകൻ നിർമ്മിച്ചിരിക്കുന്നത്. BJP നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കി വീണ്ടും തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദം പുകയുന്നു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി M അഞ്ജന 31 ലക്ഷം രൂപ കമ്മീഷൻ പറ്റിയെന്നാണ് വ്യക്തമാക്കുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കമ്മീഷൻ നൽകിയ കമ്പനിയുടെ പ്രതിനിധിയുടേത് കരുതുന്ന ഓഡിയോ സന്ദേശം പുറത്തായതോടെ പാർട്ടി നേതൃത്വം കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദത്തിലായി. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷാവിധി നാളെ. കഴിഞ്ഞ ദിവസം പ്രതി കുറ്റക്കാരനെന്ന് പാലക്കാട് ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. കേസിൽ പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം കോടതിയിൽ വിചാരണയ്ക്ക് കൊണ്ടുവരുമ്പോഴും മാനസാന്തരമില്ലാതെയായിരുന്നു ചെന്താമരയുടെ പെരുമാറ്റം. ലൈംഗിക അതിക്രമ കേസിലും അപകീർത്തി കേസിലും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വീണ്ടും തിരിച്ചടി. എഴുത്തുകാരി ജീൻ കരോളിന് നഷ്ടപരിഹാരമായി $5.63 മില്യൺ കൈമാറാൻ അമേരിക്ക കോടതി ഉത്തരവിട്ടു. ട്രംപിന്റെ ശക്തമായ നിയമ പോരാട്ടങ്ങളെയും എതിർപ്പുകളെയും മറികടന്നാണ് US ഡിസ്ട്രിക്ട് ജഡ്ജി ലൂയിസ് കപ്ലാന്റെ ഈ നിർണായക നടപടി. ജനേകം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.